നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. പാലക്കാടും തൃശൂരും പ്രചാരണം. പാലക്കാട് കോട്ട മൈതാനത്ത് പൊതുസമ്മേളനം. തൃശൂരിൽ വൈകിട്ട് 4-ന് റോഡ് ഷോ. മുഖ്യമന്ത്രി ഇന്ന് മലപ്പുറം ജില്ലയിൽ. CPM SDPI ഡീൽ ആരോപണങ്ങൾക്കിടെ പ്രചാരണം. UDF ക്യാമ്പിന് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി നാളെ പത്തനംതിട്ടയിൽ. പശ്ചിമേഷ്യയിൽ യുദ്ധമുഖത്തേക്ക് ഹൂതി വിമതർ. ഇസ്രയേലിന് നേരെ വ്യാപക മിസൈൽ ആക്രമണം. ഇറാനിലെ അധിനിവേശം അവസാനിക്കും വരെ ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപനം. ഇറാനിലും ലെബനനിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. പ്രശ്നപരിഹാരത്തിനായി ഇന്ന് പാകിസ്ഥാനിൽ ഉന്നതതല ചർച്ച. മഞ്ചേശ്വരത്ത് UDFനെ വെട്ടിലാക്കി SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. UDF മതസംഘടനകളെ സമ്മർദ്ദം ചെലുത്തി പത്രിക പിൻവലിപ്പിച്ചെന്ന് അഷ്റഫ് ന്യൂസ് 18നോട്. UDF മതസംഘടനകളടക്കം സ്വാധീനം ചെയ്തിട്ടാണ് ഞങ്ങളെ പിൻവലിക്കാൻ വേണ്ടി സ്വാധീനം ചെയ്തത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മതസംഘടനകളുടെ അടക്കം ഭാഗങ്ങളിൽ നിന്നും നല്ല പോലെ സമ്മർദ്ദമുണ്ടായി. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അവരുടെ പ്രസ്താവനകളിലെ നിങ്ങൾ കേട്ടത്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച ഇന്ന് ഓശാന ഞായർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. IPL ഉദ്ഘാടന മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ ബംഗളൂരുവിന് 6 വിക്കറ്റ് ജയം. വിരാട് കോഹ്ലിക്കും ദേവദത്ത് പടിക്കലിനും അർദ്ധ സെഞ്ചുറി. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം കടക്കുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് ആദ്യമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതി വിമതർ. ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമോ എന്നാണ് ആശങ്ക. ഇറാന്റെ ബൂഷഹർ പ്രവിശ്യയിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു. ഖുസസ്ഥാനിലെ ഒരു ജലസംഭരണ കേന്ദ്രവും തകർന്നു. ലബനനിൽ 3 മാധ്യമപ്രവർത്തകരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. യുദ്ധം പരിഹരിക്കാൻ ഇന്ന് പാകിസ്ഥാനിൽ ഉന്നതതല ചർച്ച നടക്കും. അജയ് സുധാബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇറാനൊപ്പം ഹൂതികൾ കൂടി ചേരുന്നതോടെ യുദ്ധം കൂടുതൽ സംഘർഷത്തിലേക്ക് കൂടുതൽ വ്യാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഏകദേശം 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ സായുധ സൈനികർ ഈ ഹൂതികൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇറാൻ നൽകിയ ഹ്രസ്വദൂര ഡ്രോണുകൾ അടക്കം 1700 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ അടക്കം ഇവരുടെ പക്കലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇവർ യുദ്ധമുഖത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ആക്രമണം കൂടുതൽ ശക്തമാകും, കൂടുതൽ മരണങ്ങൾ ഉണ്ടാകും, കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അനുശ്രീ, ഹൂതികൾ ഇതുവരെ 3 ഘട്ട ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തി കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ 3 ആക്രമണങ്ങളിലും അങ്ങനെ കനത്ത നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ആദ്യം റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. പിന്നീട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ അവർ ഇസ്രായേലിന്റെ വിവിധ പ്രവിശ്യകളിൽ നടത്തി. പ്രധാനമായിട്ടും തെക്കൻ മേഖലകളിലേക്കായിരുന്നു അവർ ആക്രമണം വ്യാപിപ്പിച്ചിരുന്നത്. അതേസമയം ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ടെൽ അവീവിൽ ഒരു മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കുമേറ്റതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. ഇതിന് മറുപടിയായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇസ്രായേൽ ഇറാനുള്ളിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ദിവസം ഇറാനുള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത് എന്നാണ് വിവരം. ഏതാണ്ട് 701 ആക്രമണങ്ങൾ ഇറാന്റെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ നടത്തി. ഇതിൽ 74% ടെഹ്റാനുള്ളിലാണ് നടന്നത്. ഇത്രയധികം രീതിയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ബൂഷഹർ പ്രവിശ്യ നമുക്കറിയാം ഇറാനുള്ളിലെ ആണവ നിലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. ഇവിടേക്കടക്കം ആക്രമണം ഉണ്ടായിരുന്നു.
ബൂഷഹർ മേഖലയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുന്ന ഒരു അവസ്ഥയുൾപ്പെടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖുസസ്ഥാനിലുള്ള ഒരു ജലസംഭരണ കേന്ദ്രം ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്നാണ് വിവരം. ഇതോടുകൂടി ഇറാനിലെ കുടിവെള്ള ദൗർലഭ്യം അത് കുറച്ചുകൂടി ഉയരാനാണ് സാധ്യത. അതേസമയം ലെബനനിലും ആക്രമണം ശക്തം തന്നെയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ട്. ഇതിനു മുൻപേ നമ്മൾ ഒരു ഭയപ്പെടുത്തുന്ന വീഡിയോ ഉൾപ്പെടെ കണ്ടിരുന്നു. ഒരു റഷ്യൻ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു മിസൈൽ വന്നു വീഴുന്ന കാഴ്ച ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഈ മാധ്യമപ്രവർത്തകരെ കൊന്നതിനെതിരെ ലെബനന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ബെയ്റൂട്ടിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉണ്ട്. ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടെല്ലവീവിലും പ്രതിഷേധം ശക്തമാണ്. ഈ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് ടെല്ലവീവിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയെങ്കിലും ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ യുദ്ധത്തിനെതിരെ ഒരു പ്രതിഷേധം അലയടിക്കുന്നത് അത് ഒരു കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു. മാത്രമല്ല നോ കിങ്സ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി ട്രംപിനെതിരെയും US-ൽ പ്രതിഷേധം രൂക്ഷം തന്നെയാണ്. അവിടെ ട്രംപിന്റെ നെതന്യാഹുവിന്റെയും ഉൾപ്പെടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഹോൾഡിങ്ങുകളുമായി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഇവർക്കെതിരെ നോ വാർ എന്നുള്ള ബോർഡുകൾ ഉൾപ്പെടെ ഉയർത്തി പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ലണ്ടൻ, പാരീസ് അടക്കം വിവിധ നഗരങ്ങളിലും പ്രതിഷേധമുണ്ട്. ഇപ്പോൾ യമനിലും ഇപ്പോൾ ഈ ഇറാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നതായിട്ടാണ് വിവരമുള്ളത്. അതേസമയം മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ US കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നൊരു വിവരമുണ്ട്. അതായത് അവർ തങ്ങളുടെ 3500 മറൈൻ ഉദ്യോഗസ്ഥരെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ ഒരു 2000 ഉദ്യോഗസ്ഥരെ US അയച്ചതായിരുന്നു. ഇപ്പോൾ 3500 പേരെ കൂടി അയച്ച് അവരുടെ മറൈൻ വിങ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി ഇറാന് നേരെ ഒരു കരയുദ്ധം നടത്താനാണ് US-ന്റെ നീക്കം എന്നതാണ് വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. US-ലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാൾസ്ട്രീറ്റ് ജേർണൽ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ ട്രംപ് ഇക്കാര്യത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് US-ന് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ US ഇത്തരമൊരു എടുത്തുചാട്ടത്തിന് തയ്യാറാകുമോ എന്ന് സംശയമാണ്. അതേസമയം കരയുദ്ധവും ചെറിയ രീതിയിലുള്ള ഒരു ലാൻഡ് ഓപ്പറേഷൻ അതിനൊപ്പം തന്നെ സപ്പോർട്ടായിട്ട് ഒരു എയർ സ്ട്രൈക്ക് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ആക്രമണമാകാം US-ന്റെ ലക്ഷ്യം എന്നാണ് ചില വിവരങ്ങൾ, ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതേസമയം US ഇപ്പോൾ ഇറാനെതിരെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ല എന്ന ഉറപ്പും US നൽകിയിട്ടുണ്ട്. അത് ഇപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ കടുത്ത ഒരു രൂക്ഷമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുന്നത് അത് തുടർന്നു കഴിഞ്ഞാൽ ഇറാനെ നരകം കാണിക്കും എന്നതാണ് ട്രംപിന്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതേസമയം സൗദി അറേബ്യയിലുള്ള US-ന്റെ ഒരു വ്യോമ കേന്ദ്രം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. 12 US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഒരു ഉദ്യോഗസ്ഥന്റെ നില ഗുരുതരമാണ് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഖത്തറിലും ഡ്രോൺ ആക്രമണം കടുത്ത രീതിയിൽ തന്നെയുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അവരുടെ റഡാർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് വിവരമുണ്ട്. UAE-യിൽ നോക്കുകയാണെങ്കിൽ അബുദാബിയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പശ്ചിമേഷ്യയിലുള്ള വിവിധ രാജ്യങ്ങളിലും ആക്രമണം കടുത്ത രീതിയിൽ തന്നെ നടക്കുകയാണ്. ഇതിനിടെ ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇസ്ലാമാബാദിൽ ഒരു ദ്വിദിന ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതിൽ പങ്കാളികളാകുന്നില്ല. ഇറാനും ഇസ്രയേലും അമേരിക്കയും അടക്കം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ പങ്കാളികളാകുന്നില്ല. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലുള്ള വിദേശകാര്യ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ, അതായത് ഈ ഇറാന്റെയും മറ്റ് US-ൻ്റെയും എല്ലാം ഒരു മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് പ്രധാനമായിട്ടും ഇസ്ലാമാബാദിൽ വിളിച്ചു ചേർക്കുന്നത്. ഈ 2 ദിവസം നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞു വരും എന്നതാണ് പല ലോകരാജ്യങ്ങളും ലക്ഷ്യം കാണുന്നത്. ഇതിനിടെ IRGC-യുടെ ഒരു പുതിയ ഭീഷണി കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ആക്രമണം US-ഉം ഇസ്രായേലും തുടർന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ള US-ൻ്റെയും ഇസ്രായേലിൻ്റെയും വിവിധ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് തങ്ങൾ ആക്രമണം നടത്തും എന്നതാണ് IRGC-യുടെ
നരേന്ദ്രമോദിയുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭീഷണികളും മുന്നറിയിപ്പുകളും അതേസമയം തന്നെ നേരിട്ടുള്ള ആക്രമണങ്ങളുമായി പശ്ചിമേഷ്യയിലെ സംഘർഷം അത് വീണ്ടും കനത്തുകൊണ്ടിരിക്കുകയാണ്. അജയ്, മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ചെങ്കടൽ അടയുമോ എന്നുള്ളതാണ്. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ LPG ക്ഷാമം രൂക്ഷമായിരുന്നു, അതുപോലെ തന്നെ എണ്ണവില വർദ്ധിക്കുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഈ ഹൂതികൾ യുദ്ധരംഗത്തേക്ക് കടക്കുമ്പോൾ അവർ പ്രധാനമായും നേരിടുന്നത് ഈ യമൻ തീരത്തുകൂടിയുള്ള ബാബൽ മാൻഡബ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് സുയസ് കനാലിനെ, ചെങ്കടലിനെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചെങ്കടൽ കൂടി അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ വരുത്തിവെക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യമൻ സേന ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇത്തരം വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചെങ്കടൽ ഉൾപ്പെടെ അടയ്ക്കുന്ന കാര്യമൊന്നും അവർ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇറാൻ തങ്ങളുടെ ഒരു മുൻ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴി തങ്ങളുടെ ശത്രു രാജ്യങ്ങളുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകളെ മാത്രമേ തടയുകയുള്ളൂ. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ കടത്തിവിടും എന്നതാണ് ഇറാന്റെ നിലപാടെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇറാൻ ഇന്ത്യക്ക് നൽകിയ ഒരു വാക്ക് പാലിച്ചു എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ ഒരു 2 കപ്പലുകളെ കൂടി ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ ഇറാൻ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോഴത് ഇന്ത്യൻ തീരത്തേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ശരി, അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടും. വൈകിട്ട് 4 മണിക്ക് തൃശൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും CV അനുമോദും തൃശൂരിൽ നിന്നും ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. CV അനുമോദിലേക്ക് പോകുമ്പോൾ, അനുമോദ്, മോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർണ്ണമായി എന്ന് കരുതുന്നു. മോദി അവിടെ എത്തുന്നതോടുകൂടി BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. പ്രധാനമായി 10 മണ്ഡലങ്ങളിൽ CPM BJP ഇടയിൽ എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. മോദി അതിനൊരു മറുപടി നൽകുകയാണെങ്കിൽ ഇനി കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് അവിടെ. അനുശ്രീ, പാലക്കാട് നരേന്ദ്രമോദിക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്തിന് മുൻപിലാണ്. എനിക്ക് പിറകിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിപാടി നടക്കുന്ന വേദിയുള്ളത്. അവിടേക്ക് കർശന സുരക്ഷാ നിയന്ത്രണങ്ങളുള്ളതിന് നമുക്ക് പോകാൻ കഴിയില്ല. കാരണം കൃത്യമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉച്ചയ്ക്ക് മുതൽ അവിടേക്ക് ആളുകളെ കടത്തിവിടുകയുള്ളൂ. നിലവിൽ അവിടേക്ക് മാധ്യമങ്ങൾക്കും പ്രവേശനമില്ല. അതാണ് നമ്മൾ പുറത്തുനിന്ന് ഇവിടുന്ന് കാര്യങ്ങൾ പറയുന്നത്. ഏറ്റവും പ്രധാനം നരേന്ദ്രമോദിയുടെ പാലക്കാട് സന്ദർശനം, അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ആദ്യത്തേതാണ്. അതായത് ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുന്ന ഒന്നാകും. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടതിൽ. ഒന്ന്, പാലക്കാട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ BJP ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പാലക്കാടിന് പുറമെ ഷൊർണൂരും മലമ്പുഴയും ഒറ്റപ്പാലും ഒക്കെ അവരുടെ കരുത്ത് തെളിയിക്കാൻ ഉള്ള സാഹചര്യമുള്ള മണ്ഡലങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം സ്വാഭാവികമായിട്ടും പാലക്കാട് എതിർ രാഷ്ട്രീയ ചേരികളിലൂടെ കടന്നാക്രമിക്കുന്നതായിരിക്കും. ഒന്നാമതായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദവും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. കൗൺസിലർ കൂടി, രാഹുലിൻ്റെയും ഷാഫി പറമ്പിലെ സുഹൃത്തായ പ്രശോഭ് എന്ന കൗൺസിലർ കൂടി ഇത്തരത്തിലൊരു ലൈംഗിക പീഡന ആരോപണത്തിന് വിധേയനായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ തന്നെ പ്രചരണ വിഷയമാക്കുന്നുണ്ട് BJP. കോൺഗ്രസിനെതിരെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിട്ടാണ് ഇതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ആ സ്ത്രീ സുരക്ഷയും സ്ത്രീ ശക്തിയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രസംഗങ്ങളിലും മറ്റും ഉന്നയിക്കാറുള്ള നരേന്ദ്രമോദി ഈ ഒരു കാര്യം ഇന്ന് പാലക്കാട് ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുകയും അത് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്താൽ വലിയ തോതിൽ തന്നെ ചർച്ചാ വിഷയമാകും. BJPക്ക് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശക്തമായതുമായിട്ടത് മാറുമെന്നുള്ളത്. രണ്ടാമതായിട്ട്, നിലവിൽ തന്നെ CPM BJP ഇടയിലെന്ന VD സതീശൻ്റെ ആരോപണം, അതിന് സംസ്ഥാനതല നേതാക്കളൊക്കെ അതിന് മറുപടി പലവട്ടം പറഞ്ഞു കഴിഞ്ഞെങ്കിലും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന ഒന്നാകും. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഒന്നായിട്ട് അത് മാറുകയും ചെയ്യും. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിന് പുറമെ CPMഉം കോൺഗ്രസും എല്ലാം ഒന്നാണെന്ന BJP നേതാക്കളുടെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലൊരു വിശദീകരണം നടത്തി നമുക്കറിയുന്നതാണ്. അപ്പോൾ സമാനമായ തരത്തിലുള്ളൊരു വിശദീകരണം ഈ ഡീലിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ചർച്ചയാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക.
മാത്രമല്ല BJPയെ സംബന്ധിച്ച് മുൻപ് പ്രധാനമന്ത്രി റോഡ് ഷോകളിലും സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന ഇടങ്ങളിൽ അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. തൃശ്ശൂരിലും അതേപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ച സാഹചര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരു ഘട്ടത്തിലാണ് BJPയുടെ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവായ ഏറ്റവും ഉന്നതനായ നേതാവായ നരേന്ദ്രമോദി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പാലക്കാടെത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറയുക. ഈ പറയുന്ന ആരോപണങ്ങളിലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകും ഇനിയുള്ള ദിവസങ്ങൾ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അനുശ്രീ. ശരി, CV അനുമോദാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും അടക്കം അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുമെന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹം തൃശ്ശൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുക. ജില്ലയിലെ മറ്റ് NDA സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. BJPക്കെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങൾക്കും നരേന്ദ്രമോദി മറുപടി നൽകുകയാണെങ്കിൽ എതിർ പാർട്ടികളുടെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അവിടെ പ്രസക്തമാവുകയാണ്. 2:30 മോദി എത്തുന്നതോടുകൂടി BJPയുടെ ഒരു നിർണായക പ്രചാരണ ഘട്ടം അവിടെ ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തൃശ്ശൂരിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇന്ന് 2:30 പ്രധാനമന്ത്രി പാലക്കാട് എത്തുക. അവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അദ്ദേഹം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും CPM BJP ഡീൽ എന്നതടക്കമുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പാലക്കാട് ഉയർന്നു വന്നിട്ടുള്ള മറ്റു പല ആരോപണങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ എതിർ പാർട്ടികളെ അടക്കം അത് പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടാകും. ഏത് രീതിയിലായിരിക്കും ഇനി അവരുടെ പ്രചാരണം അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, കുറച്ചു മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. മോദി വരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ? അനുശ്രീ, പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരി ഏത് തരത്തിലാണ് തൃശ്ശൂരിനെ നിയമസഭയിൽ എത്തിക്കാനുള്ള ടാക്ടിക്കുകൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ചും സുരേഷ് ഗോപി മണ്ഡലത്തെ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുള്ള അതേ സ്ട്രാറ്റജി തന്നെയായിരിക്കും ഒരു പക്ഷേ തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലം പിടിക്കാനും ഉദ്ദേശിക്കുന്നത് എന്ന് ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം. തൃശ്ശൂർ BJPയെ സംബന്ധിച്ചിട്ട് A-ക്ലാസ് മണ്ഡലമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു പക്ഷേ നിയമസഭയിൽ എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP പ്രവർത്തകർക്കുണ്ട്. അത് തന്നെയാണ് സുരേഷ് ഗോപി നമ്മളോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നത് തന്നെ പ്രത്യേകിച്ചും ഈ ഒരു അതായത് മണ്ഡലം ലക്ഷ്യമിട്ടുള്ള, അതായത് തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ തൃശ്ശൂരിൽ നിന്നും നിയമസഭയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് മോദി പ്രധാനമായും തൃശ്ശൂർ ലക്ഷ്യമിട്ട് എത്തുന്നത്. തൃശ്ശൂരിൽ വോട്ടർമാരെ അദ്ദേഹം വൈകുന്നേരം 4:15 തൃശ്ശൂർ റൗണ്ടിലാണ്, സ്വരാജ് റൗണ്ടിലാണ് പ്രധാനമന്ത്രി എത്തുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് തൃശ്ശൂരിൽ റൗണ്ടിൽ മുഴുവൻ ഉള്ളത്. വലിയ കനത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ ജനറൽ ആശുപത്രി മുതൽ 900 മീറ്റർ ദൂരത്താണ് പ്രധാനമന്ത്രി റോഡ് ഷോയിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്തതും. വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് തൃശ്ശൂരിലേക്ക് പ്രതീക്ഷിക്കുന്നത്. വോട്ടർമാർക്കുപരി പ്രധാനമന്ത്രിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് തൃശ്ശൂരിലേക്ക് എത്തുന്ന ആളുകൾ, നമുക്ക് കൊച്ചിയിലെ തിരക്ക് നമുക്കറിയാം. വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ദൂരദേശങ്ങളിൽ നിന്നും ഒക്കെ എത്തിയ BJP പ്രവർത്തകരല്ലാത്ത ഒരുപാട് ആളുകൾ, പ്രധാനമന്ത്രിയെ കാണാനെത്തിയ ഒരുപാട് ആളുകളെ നമ്മളന്ന് കൊച്ചിയിൽ കണ്ടതാണ്. അതേ പ്രതീതി തന്നെ ഒരുപക്ഷെ ഇവിടെയും ഉണ്ടാകും. പാലക്കാടിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് വൈകുന്നേരം 4:15 എത്തുക. പ്രധാനമായും തൃശ്ശൂർ
തൃശ്ശൂരിന് വേണ്ടി എന്ത് എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂരിന് വേണ്ടി എന്ത് എന്നുള്ളത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂരിനെ പ്രതിനിധീകരിക്കുന്ന MP പാർലമെന്റിലുണ്ട്, കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഇതുവരെ തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അസസ്മെന്റ് കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ LDF സ്ഥാനാർത്ഥിയും നമ്മളോട് സംസാരിച്ചിരുന്നു. LDFിൻ്റെ പരമ്പരാഗത വോട്ടുകൾ മാത്രം മതി തൃശ്ശൂരിന് നിയമസഭയിലെത്താനെന്നാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പത്മജ വേണുഗോപാലിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അത് ഇത്ര കാലം കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നത് അത് തിരിഞ്ഞു കുത്താനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ വിലയിരുത്തൽ. അങ്ങനെയാണ് അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാജൻ കെ പലരും നമ്മളോട് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം തൃശ്ശൂരിൽ സാധ്യമാണ്. അത് തന്നെയാണ് BJP ആ ത്രികോണ മത്സരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ശക്തമാണ് BJPയുടെ പ്രവർത്തനങ്ങളും ഒക്കെ. അതായത് ശക്തമായ തന്നെ BJP തൃശ്ശൂരിൽ മത്സര രംഗത്തുണ്ട്. അത് ഇരു മുന്നണികൾക്കും LDFനും UDFനും വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം തന്നെ BJP തൃശ്ശൂരിൽ ലോക്സഭയിൽ എത്തിയതുപോലെ തന്നെ അതേ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ മണ്ഡലത്തിൽ നിയമസഭയിലെത്താൻ വേണ്ടിയിട്ടുള്ള തൃശ്ശൂരിൻ്റെ ഹോംവർക്കുകൾ അത്തരത്തിലാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ ഹോംവർക്കോട് കൂടിയാണ് BJP തൃശ്ശൂരിനെ ലക്ഷ്യമിട്ട് ഇറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് പ്രധാനമന്ത്രി പ്രധാനമായും തൃശ്ശൂർ ലക്ഷ്യമിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി എത്തുന്നത്. എന്തായാലും പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ തൃശ്ശൂരിൻ്റെ പദ്ധതികളെപ്പറ്റി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പദ്ധതികളെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ തന്നെ ഇത്രയും കാലം പാർലമെൻറ്റിൽ തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ചുള്ള ആൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദ്യചിഹ്നമാകും. അത് വിലയിരുത്തപ്പെടും. അത്തരമൊരു സാഹചര്യം കൂടി നിലവിലുണ്ട് BJPയെ സംബന്ധിച്ചിട്ടും. അതേസമയം തന്നെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് നിലവിൽ. അതേസമയം തന്നെ തൃശ്ശൂരിലെ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് പ്രധാനമായും. ആ വോട്ട് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അതായത് പാർട്ടിയുടെ വോട്ടുകളല്ലാതെ നിഷ്പക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതും കേരളത്തിൽ തൃശ്ശൂരിനെ അഭിസംബോധന ചെയ്ത് വൈകുന്നേരത്തോടുകൂടി സംസാരിക്കാൻ പോകുന്നതും. അനുശ്രീ. ശരി, പാലക്കാട് നിന്നും CV അനുമോദും തൃശ്ശൂരിൽ നിന്നും ആജ്ഞ രവീന്ദ്രനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ല BJPക്കെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ന്യൂസ് 18നോട്. 5 വർഷത്തെ ഭരണം മോശമാണെന്ന് ജനങ്ങൾ പുലഭ്യം പറഞ്ഞാൽ പോരാ, BJPക്ക് അവസരം നൽകണം. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആശങ്കയുണ്ടോ തൃശ്ശൂരിനെ സംബന്ധിച്ച്? എന്താശങ്കയാണ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട് ആശങ്കയുണ്ടോ? ഒരാശങ്കയുമില്ല. ജനങ്ങൾ നിശ്ചയിച്ചത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ജനങ്ങളുടെ നിശ്ചയം കൃത്യമായിരിക്കണേ. 5 വർഷം ഒരു ഭരണത്തെ പുലഭ്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളത് 5 വർഷം മുമ്പ് 2016 മുതൽ 21 വരെ പുലഭ്യം പറഞ്ഞെങ്കിൽ അതിന് തിരുത്ത് നിങ്ങൾ കുറിച്ചില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ 2021 മുതൽ 26 വരെ തിരുത്ത് കുറിക്കണോ? കുറിക്കൂ. ഞങ്ങൾ സജ്ജമാണ്, ഞങ്ങൾ സന്നദ്ധമാണ് എന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. ഇത്തവണ വലിയ മാറ്റമുണ്ടാവും, വലിയ മുന്നേറ്റമുണ്ടാവും. ആ മുന്നേറ്റം പടരും വരും 5 വർഷങ്ങളിലേക്ക്. മറ്റു വാർത്തകളിലേക്ക് പോകും മുമ്പ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് കൂടി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. കർണാടകത്തിലും തെലങ്കാനയിലും നടപ്പാക്കിയ പോലെ ഞങ്ങളുടെ കമ്മിറ്റ്മെൻ്റാണ് ഇത് ഞങ്ങൾ നടപ്പാക്കും. ഇതിന് സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനാവശ്യമായ സോഴ്സുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDF ഗവൺമെൻറ് വന്നാൽ ഇത് നടപ്പാക്കും. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നലെ പാലക്കാട്ടെ പത്രസമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ എൻ്റെ പോരാട്ടത്തെ അദ്ദേഹം കളിയാക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കൺട്രോൾഡ് ഇലക്ഷനായിരുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ വാരി കൊടുത്ത് 5 പേരിൽ കൂടുതൽ പുറത്തിറക്കാൻ കഴിയാത്ത ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ
അവർ വിജയിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പിന്നിലും CPM-ഉം BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ടുണ്ടായി. പക്ഷെ ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളൊന്നും തെറ്റായിരുന്നില്ല. ഗവൺമെന്റ് ഞാൻ ഉന്നയിച്ച 7 അഴിമതി ആരോപണങ്ങളിൽ പിണറായി വിജയൻ തന്നെ U-ടേൺ അടിച്ചതാണ്. പിണറായി വിജയന് പുറകോട്ട് പോകേണ്ടി വന്നതാണ്. അത് അദ്ദേഹം മറന്നുപോയെന്ന് തോന്നുന്നു. ഇനി അദ്ദേഹത്തെ ഇത് ഓർമ്മപ്പെടുത്താൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയെ പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പ്രിംഗ്ലർ ആണെങ്കിലും, ആഴക്കടൽ മത്സ്യബന്ധനമാണെങ്കിലും, പമ്പ മണൽക്കടത്താണെങ്കിലും, ഈ ബസിന്റെ അഴിമതിയാണെങ്കിലും, അങ്ങനെ തുടർന്ന് 7 അഴിമതികൾ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നു. 7 അഴിമതികളും ഞാൻ മുന്നോട്ട് കൊണ്ടുവന്ന രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അല്ലാണ്ട് ഞാൻ രേഖകളുടെ പിൻബലമില്ലാതെ ഒരാരോപണവും ഞാൻ ഉന്നയിച്ചില്ല. ഇന്ന് മുഖ്യമന്ത്രി ഇത് എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ടിഷ്യൂ പേപ്പർ കൊടുത്താലും അതിനകത്ത് ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് ശിവശങ്കരൻ പറഞ്ഞത്. അപ്പം ടിഷ്യൂ പേപ്പർ കൊടുത്താൽ പോലും അവിടെ ഒപ്പിടുന്ന ഒരു മുഖ്യമന്ത്രി ആണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞ് ഞാനല്ല, ശിവശങ്കരൻ പറഞ്ഞ കാര്യമാണ്. തൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പ്രാഗൽഭ്യത്തെപ്പറ്റി അധികം എന്നോട് പറയിക്കരുത്. അദ്ദേഹം പറഞ്ഞു രാജീവ് ഗാന്ധിക്ക് പ്രായോഗിക ബുദ്ധി ഇല്ലേ, രാഹുൽ ഗാന്ധിക്ക് പ്രായോഗികമായ ഒരു ബുദ്ധിയില്ലെന്ന്. ഒരു പ്രായോഗിക ബുദ്ധിയുള്ള ഒരാൾ വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു രമേശ് ചെന്നിത്തല. UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ രാവിലെ ഓശാനയുടെ പ്രത്യേക പ്രഭാത നമസ്കാരം, കുരുത്തോല വാഴ്വ്, വിശുദ്ധ കുർബാന എന്നീ ശുശ്രൂഷകൾ നടന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണയിലാണ് വിശ്വാസികൾ കുരുത്തോലയുമായി പ്രദക്ഷിണം നടത്തുന്നത്. ഓശാന ആചരണത്തോടെ ക്രൈസ്തവർ 50 നോമ്പിന്റെ അവസാന വാരത്തിലേക്ക് കടക്കും. വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല തിരുനാളിലെ പ്രത്യേക പരിപാടികൾക്ക് മതമേലധ്യക്ഷന്മാർ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന ഓശാന ചടങ്ങിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചേനറ്റോ മുഖ്യ കാർമ്മികനായി. രാജാവായ ഈശ്വരായി വിജയനായി കഴുതന്നു. അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിൽ താര സെന്റ് ഇഗ്നേഷ്യസ് നുറാനോ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓശാന ആഘോഷിച്ചു. വികാരി റവറന്റ് ഫാദർ ഡോക്ടർ ജോബി മോൻസ്കറിയ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡബ്ലിനിലും പരിസര പ്രദേശത്തുമുള്ള നിരവധി വിശ്വാസികൾ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കളിക്കളം റെഡി.
കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയരുന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. മഞ്ചേശ്വരത്ത് UDF-നെ വെട്ടിലാക്കി പത്രിക പിൻവലിച്ച SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. UDF മതസംഘടനകളെ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചതെന്ന് KM അഷ്റഫ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണ UDF പരാജയപ്പെടുമെന്നും KM അഷ്റഫ് വ്യക്തമാക്കി. അതേസമയം മുന്നണികളുടെ ജയപരാജയങ്ങൾക്ക് നിർണായക ശക്തിയായ മഞ്ചേശ്വരത്ത് PDPയും രംഗത്തുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BJP, CPM ഡീൽ വിവാദവും മതസംഘടനകളുടെ ഇടപെടലും തുടങ്ങി ഒട്ടേറെ വിഷയം ചർച്ചയായ മണ്ഡലമാണ് മഞ്ചേശ്വരം. SDPI സ്ഥാനാർത്ഥി KM അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് നാടകീയമായ നീക്കങ്ങളിലൂടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. എന്തായാലും സ്ഥാനാർത്ഥിയായ അഷ്റഫിനേക്കാൾ കരുത്തനായിരിക്കും സ്ഥാനാർത്ഥിയല്ലാത്ത അഷ്റഫ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. UDF-നെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും KM അഷ്റഫ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ UDF-നെതിരെ നല്ല ഒരു വികാരമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യമേ ആയിരിക്കാം. ഞാൻ ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അവരെ കൂടെയുള്ള ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥി പിൻവലിച്ചതോടെ ഞങ്ങൾ അപ്രസക്തമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലെ നടത്തിയ കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകരാണ് കയറി വന്നത്. അതുപോലെ തന്നെ ഇനി 2 കൺവെൻഷൻ ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടായതിനേക്കാളും കൂടുതൽ പ്രവർത്തനവുമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞങ്ങളുണ്ടാവും. അതിനേക്കാളും കൂടുതൽ കരുത്തനായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാവും. മതസംഘടനകളെ UDF മതസംഘടനകളടക്കം സ്വാധീനം ചെയ്തിട്ടാണ് ഞങ്ങളെ പിൻവലിക്കാൻ വേണ്ടി സ്വാധീനം ചെയ്തത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മതസംഘടനകളുടെ അടക്കം ഭാഗങ്ങളിൽ നിന്നും നല്ല പോലെ സമ്മർദ്ദമുണ്ടായി. അതെല്ലാം നിങ്ങൾക്കറിയുന്നതാണ്. അവരുടെ പ്രസ്താവനകളിലെ നിങ്ങൾ കേട്ടതല്ലേ. 100% ഇവിടെ ജയിക്കാൻ സാധ്യത ഉള്ളത് ഇവിടെ LDF ആണ്. അതുകൊണ്ട് LDF-ലേക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 5000-ഓളം വോട്ടുകളുണ്ടെന്നാണ് PDP അവകാശപ്പെടുന്നത്. കേരളത്തിൽ മുഴുവൻ LDF-ന് പിന്തുണ നൽകുമ്പോൾ മഞ്ചേശ്വരത്ത് UDF-നാണ് പിന്തുണയെന്നും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ ബഷീർ വ്യക്തമാക്കുന്നു. പ്രധാനമായും ഇവർ ഉയർത്തുന്ന കാരണം BJPക്ക് ജയസാധ്യതയുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാനാണ് തീരുമാനമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. 140 മണ്ഡലങ്ങളിലും
LDFനെ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി നേതൃത്വവും ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ ഔദ്യോഗിക നേതൃത്വവും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായൊരു പ്രഖ്യാപനം എന്ന രീതിയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി നേതൃത്വം ഇവിടുത്തെ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് BJPക്ക് മേൽക്കോയ്മയുള്ള സാഹചര്യത്തിൽ BJPയോട് അവസാന നിമിഷം ആരാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നതിൽ നമ്മൾ ചിലപ്പോൾ നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് വ്യത്യസ്തമായ ഭിന്നമായ ഒരു അഭിപ്രായം തീരുമാനം വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു തീരുമാനമാണ് മണ്ഡലത്തിലെ വികാരം. മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെയും വൈകാരികത അങ്ങനെയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയും തുടരുമെന്ന സൂചന തന്നെയാണ് മതസംഘടനാ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആര് ജയിക്കും അത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നതും. മഞ്ചേശ്വരത്ത് നിന്നും KB ബൈജു, ന്യൂസ് 18. ശബരിമല യുവതീ പ്രവേശനത്തിൽ പാർട്ടി നിലപാട് തുറന്നു പറഞ്ഞ് CPM ജനറൽ സെക്രട്ടറി MA ബേബി. യുവതീ പ്രവേശനം സാധ്യമാക്കുക എന്നത് പാർട്ടിയുടെ നിലപാടല്ല, അതിന് സമയം വേണ്ടിവരും. ആരാധനാലയങ്ങളിൽ വിശ്വാസികളുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് കമ്മ്യൂണിസ്റ്റ് ആശയമെന്നും ബേബി ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള മീറ്റ് ദ ലീഡർ അഭിമുഖത്തിൽ പറഞ്ഞു. യുവതീ പ്രവേശനം പരാമർശിക്കാതെ സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം വിമർശിക്കപ്പെടുന്നതിനിടെയാണ് MA ബേബിയുടെ തുറന്നു പറച്ചിൽ. ശബരിമല വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് മാറ്റം അത് വിശദീകരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? കാരണം 2019 ഒരു തിരിച്ചടി ഉണ്ടായതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം എടുത്തൊരു നിലപാട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറയേണ്ട ആവശ്യം പോലും വന്നിരിക്കുകയാണ്. തികച്ചും ഒരു ചുവടുമാറ്റമാണല്ലോ അത്. യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ മുമ്പ് ഗവൺമെൻറ്റിൻ്റെതായ ഒരു അഭിപ്രായം സുപ്രീം കോടതിയുടെ വിചാരണ വേളയിൽ പറഞ്ഞതിൻ്റെ സാരാംശവും ഇപ്പോൾ പറയുന്നതിൻ്റെ സാരാംശവും തമ്മിൽ യാതൊരു വ്യത്യാസവും അടിസ്ഥാനപരമായിട്ടില്ല. അന്നും ഇന്നും പറഞ്ഞത് എന്താണ്? അന്നും ഇന്നും പറഞ്ഞത് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ, ആരാധനാലയങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ. അതാണല്ലോ വന്നത്. RSSൽപ്പെട്ടവരാണ് ഈ പ്രായ നിബന്ധന കൂടാതെ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയതെന്നുള്ളത് കൂട്ടത്തിൽ മറന്നു പോകേണ്ട. അപ്പം ആ കേസിന് മേൽ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവർ, ആചാരങ്ങളിൽ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട് എന്ന നിലയിൽ അഭിപ്രായം പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളിലെ പ്രമുഖർ, ഇവരടങ്ങുന്ന ഒരു സംവിധാനമുണ്ടാക്കി അവരോട് ചർച്ച ചെയ്ത് അവർ പറയുന്ന അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ അന്തിമ വിധിയിലേക്ക് നീങ്ങാൻ. ഇതാണ് പറഞ്ഞത്. കാര്യം പാർട്ടി എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ല. പാർട്ടി അഭിപ്രായം പറയേണ്ടത് സമൂഹത്തിൽ ചില സമവായങ്ങൾ രൂപപ്പെട്ടു വരുമ്പോഴാണ്. ഇതാണ് തുല്യതയ്ക്ക് പ്രാധാന്യം നൽകണമെന്നതിൽ ഊന്നിയായിരുന്നു അന്ന് വാദം. അത് പാർട്ടിയുടെ എപ്പോഴത്തെ സമീപനമാണ്. അപ്പോൾ അതിന് തന്നെ പ്രാധാന്യം നൽകിയത്. അത് മാത്രമല്ല, ഇതാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഡയലക്റ്റിക്കലായിട്ട് വൈരുദ്ധ്യാത്മകമായൊരു വശമുണ്ട്. ഒരു നിലപാട് പറയുമ്പോൾ ആ നിലപാട് ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ സാമൂഹികമായി ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ സാമൂഹികമായ ഒരു സമവായം സൃഷ്ടിച്ചുകൊണ്ടുകൂടി വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു നിയമത്തിലേക്ക് എത്താൻ. അതാണ് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും അങ്ങനെ ഒരു നിലപാട് എടുക്കാമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി വിധി വരുമ്പം ധൃതിവെട്ടല്ല, ഒരുപാട് സമയമെടുത്തിട്ടാണ് സുപ്രീം കോടതി വിധി വരുന്നത്. സുപ്രീം കോടതി വിധി വരുമ്പോൾ അത് UDF ഗവൺമെൻറ് ആണെങ്കിലും LDF ഗവൺമെൻറ് ആണെങ്കിലും മറ്റൊരു ഗവൺമെൻറ് ആണെങ്കിലും സുപ്രീം കോടതി വിധി നടപ്പാക്കണം. അത് തിരക്കിട്ട നടപടിയെടുക്കുന്ന പ്രശ്നമല്ല, ആ വിധി നടപ്പാക്കാൻ. ആ വിധി വന്നപ്പോൾ എല്ലാവരുടെയും പ്രതികരണം എന്തായിരുന്നു? ജന്മഭൂമി പത്രത്തിൽ 8 കോളം വാർത്തയാണ്, ഇതാ മഹത്തായൊരു വിധി വന്നിരിക്കുന്നു. UDFൻ്റെ നേതാക്കന്മാരുടെ പ്രതികരണം എന്താ? ആദ്യം നിങ്ങളെടുത്ത് പരിശോധിക്കും. പക്ഷെ അവർ വിശ്വാസികളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി അവർ തിരുത്തൽ നടത്തിയിരുന്നു. ആ സമയത്ത് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ട്. പക്ഷേ LDFും CPM ഒക്കെ തിരുത്തൽ നടത്തിയത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല. അതിനെ സംബന്ധിച്ച് സമൂഹത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് സമൂഹത്തിൽ ഒരു സമവായമില്ലാത്ത കാര്യം, പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും സമൂഹത്തിന് മേൽ, വിശ്വാസികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നതാണ്
CPIM-ന്റെ സുചിന്തിതമായ സമീപനം. ഇത് ഒരുപക്ഷെ ഈ പരിപാടി കേൾക്കുന്നവർക്ക് കൗതുകരമായിരിക്കും. ഇതിപ്പോൾ കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതല്ല. ഈ പ്രശ്നം കാറൽ മാർക്സിന്റെയും എംഗൽസിന്റെയും കാലത്ത് ഉയർന്നു വന്നതാണ്. പക്ഷെ അന്ന് അടിച്ചേൽപ്പിച്ചു. സുപ്രീം കോടതിയിലേക്ക് റിവ്യൂ ഹർജികൾ എത്രയോ പോയി. പക്ഷെ അവിടെ ഒന്നും സംസ്ഥാന സർക്കാർ അതിലൊന്നും പങ്കാളിയാകാൻ ശ്രമിച്ചിരുന്നില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നൊരു ചർച്ച നടത്താൻ തയ്യാറായില്ല. അതിനൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു. അന്നും അല്ല, മേശയ്ക്ക് ചുറ്റും ഇരിക്കണ്ട. കാരണം അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. സുപ്രീം കോടതി വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കി നിലപാട് മാറ്റിയിരുന്നു. ഇതിപ്പോ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ല. ഇപ്പം അതിനെക്കുറിച്ച് നിലപാടെടുത്തു കഴിഞ്ഞിരുന്നു. ആ നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു വിധി നടപ്പാക്കണം. അത് തിരക്കിട്ട് നടപ്പാക്കാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. സുപ്രീം കോടതി തന്നെ ഇത് പുനഃപരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു, പുനഃപരിശോധിക്കാൻ പറഞ്ഞു. അന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സമർപ്പിച്ചതും വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ പോലെ മത ആചാര പണ്ഡിതന്മാരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും ചേർത്തുകൊണ്ട് ഇത് സംബന്ധിച്ച് അഭിപ്രായം രൂപീകരിച്ച് അതുകൂടി പരിശോധിക്കണം. പക്ഷെ അത് ഉമ്മൻചാണ്ടി സർക്കാർ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അവിടെ യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതായത് PS സർക്കാരിന്റെ കാലത്തെ അഫിഡവിറ്റ് തിരുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം PS സർക്കാർ പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ ഈ ആചാര്യന്മാരുമായിട്ട് ആലോചിക്കണം, അതുപോലെ തന്നെ പക്ഷേ തുല്യതയ്ക്ക് പ്രാമുഖ്യം നൽകണം, ഒരു പ്രായത്തിലുള്ള സ്ത്രീകളെയും തടയരുത് എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ വ്യത്യാസം അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നു മാക്സിയൻ തത്വങ്ങൾ അനുസരിച്ച് വിശ്വാസികളുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കരുത് എന്ന്, അതിലേക്ക് വന്നു എന്ന്. അപ്പോൾ അത് വൈകി വന്നതല്ലേ എന്നുള്ള ചോദ്യം ഒരിക്കലുമല്ല. ഏറ്റവും ആദ്യം 1864 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തിക നിലപാടുകൾ ആദ്യമായി ആവിഷ്കരിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ കാഴ്ചപ്പാടാണുള്ളത്. ഞങ്ങളൊരു കൂസലുമില്ലാതെ ഞങ്ങൾ പറയും സമൂഹത്തിൽ മാറ്റമുണ്ടാവണം, പുരോഗതി ഉണ്ടാവണം, സ്ത്രീ തുല്യത ഉണ്ടാവണം. എന്നാൽ ഇതെല്ലാം ഈ തുല്യത, ആരാധനാലയങ്ങളിലുള്ള മാറ്റം, ഇതെല്ലാം വരുത്തുന്നത് ഒരു സാമൂഹ്യ സമവായം സൃഷ്ടിച്ചുകൊണ്ടാവണം. ഇതാണ് ഏറ്റവും ശാസ്ത്രീയമായ സമീപനം. മറിച്ച് BJPയും കോൺഗ്രസും ശുദ്ധ അവസരവാദപരമായ തട്ടിപ്പിന്റെ വക്താക്കളാണ്. അതാണ് ഈ കാര്യമെല്ലാം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തുല്യത എന്നതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നത് സമവായത്തിനും വിശ്വാസികളുടെ താല്പര്യത്തിനുമാണ്. തുല്യതയിലേക്ക് എത്തണം. ആ തുല്യതയിലേക്ക് എത്താൻ സമയം പിടിക്കും. അപ്പൊ ഇപ്പം സമൂഹം എത്രത്തോളം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അത് നോക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് LDFന്റെയും പാർട്ടിയുടെയും സമീപനം. വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല,
എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം കൊണ്ട് ശ്രദ്ധേയമായ താനൂർ. വി അബ്ദുറഹ്മാന് പകരം പ്രവാസി വ്യവസായിയായ ടി മുഹമ്മദ് സമീറിനെ രംഗത്തിറക്കിയാണ് CPM മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിലെ കാലതാമസവും ആശയക്കുഴപ്പവും ഒന്നും താനൂരിൽ തിരിച്ചടിയാകില്ലെന്ന് മുഹമ്മദ് സമീർ ആത്മവിശ്വാസത്തോടെ പറയുന്നു. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിലൂടെ അഭിമാനം തിരിച്ചുപിടിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ശ്രമം. വി അബ്ദുറഹ്മാൻ മണ്ഡലം മാറിയത് പരാജയം മുന്നിൽ കണ്ടാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രചാരണം. താനൂർ നഗരസഭയിൽ മുഖ്യ പ്രതിപക്ഷമായ BJP അവരുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായ ദീപ പുഴക്കലിനെയാണ് മണ്ഡലത്തിൽ കരുത്തറിയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. 2016 വി അബ്ദുറഹ്മാനിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലം 2021 വി അബ്ദുറഹ്മാൻ വിജയം ഇവിടെ നിലനിർത്തി. എന്നാൽ താനൂരിനെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം എന്ന കാര്യത്തോടു കൂടിയാണ്. താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെ വലിയ വിവാദങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഉയർന്നത്. പകരം ടി മുഹമ്മദ് സമീർ എന്ന പ്രവാസി വ്യവസായിയാണ് ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തനിക്ക് സാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയെന്നാണ് വി അബ്ദുറഹ്മാൻ അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഇവിടുത്തെ പ്രധാന മുദ്രാവാക്യവും. മറുവശത്ത് മുസ്ലിം ലീഗിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് MSFന്റെ സംസ്ഥാന അധ്യക്ഷനായ PK നവാസാണ്. PK നവാസിന്റെ പോരാട്ടവീര്യം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDFനെ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം വി അബ്ദുറഹ്മാന്റെ മണ്ഡലം മാറ്റവും വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരെ UDF പ്രചരണ വിഷയമാക്കുന്നുണ്ട്. താനൂർ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ BJPയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. എങ്ങനെയാണ് പ്രചരണം? വളരെ ആവേശത്തിലാണ്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ്. താനൂർ മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു. അതിനകത്ത് എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാണ്. ആ മാറ്റം ഈ വർഷം സാധ്യമാകും, ഇത്തവണ സാധ്യമാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. LDFന്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയുടെ രംഗത്തുള്ളത് ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങൾ LDFനെയാണ് വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി ആരായാലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം, പിണറായി വിജയൻ്റെ ഭരണകൂടം, അമ്പയെ പരാജയപ്പെട്ടു പോയൊരു ഭരണകൂടം, 10 വർഷക്കാലം നഷ്ടങ്ങളുടെ വിരുമയക്കാലമായി മാറിയ ഒരു കാലം. പ്രത്യേകിച്ച് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്ന, ജില്ലയിലെ ഏക മന്ത്രി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെയും വികസനം എത്തി നോക്കാൻ കഴിയാത്ത, കുടിവെള്ളമില്ലാത്ത, കായിക മേഖല അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, കൃഷി മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത, പ്രത്യേകിച്ച് തീരദേശ മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ആഭ്യന്തര ടൂറിസത്തിന് അപാരമായ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ അത് ഉപയോഗപ്പെടുത്താത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷ കാലഘട്ടം കടന്നുപോയത്. അതുകൊണ്ട് അപ്പുറത്ത് LDFന്റെ പ്രതിനിധി ആരായാലും LDFന്റെ ഈ ദുർചെയ്തികൾക്കെതിരെ, ഈ ദുർഭരണത്തിനെതിരെയുള്ള വിലയിരുത്തൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ മണ്ഡലം മന്ത്രി റഹ്മാൻ മണ്ഡലം മാറിയത് അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? അല്ലാതെ അവർ വിലയിരുത്തേണ്ട ഒന്നാണ്. ഒരു സിറ്റിംഗ് MLA, ഒരു സിറ്റിംഗ് മന്ത്രിക്ക് ആ മണ്ഡലം ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണ് അത് അവർ വിലയിരുത്തും. ഞങ്ങളതിനെക്കുറിച്ച് ഒരു കമൻറ്റും ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആരായാലും മത്സരിക്കാൻ തയ്യാറ്. ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ മത്സരത്തിന് ഇറങ്ങിയത്. പിന്നീട് മാറ്റം വന്നത് ആർക്കാണെന്ന് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDF വളരെ കംഫർട്ടബിളായി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി, പതിവിൽ നിന്ന് വിപരീതമായി ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിനൊരു മാൻഡേറ്റ് കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത്. ജില്ലയിലെ ഏറ്റവും അധികം വികസനം ഉണ്ടായ മണ്ഡലം താനൂരാണെന്നാണ് LDF അവകാശപ്പെടുന്നത്. മന്ത്രി അബ്ദുറഹ്മാൻ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ വികസന തുടർച്ചയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഇതിലുണ്ടോ? അല്ല, ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അങ്ങനെ വികസന തുടർച്ച കാണോ? നമുക്ക് കാത്തിരിക്കാം. ഈ 9-ാം തീയതി വോട്ട് വെട്ടിയിലായി. അടുത്ത മെയ് മാസത്തിൽ റിസൾട്ട് എണ്ണുമ്പോൾ വികസന തുടർച്ചക്കാണോ, വികസന മുരടിപ്പിനാണോ വോട്ടുണ്ടായെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത്തവണ SDPക്ക് സ്ഥാനാർത്ഥിയില്ല താനൂരിൽ. അത് ആർക്കനുകൂലമാണെന്ന് കരുതുന്നു? ഞങ്ങൾക്കറിയില്ല SDPI ആർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിൽ 2,11,000 വോട്ടർമാരുണ്ട്. ആ 2,11,000 പരം വരുന്ന വോട്ടർമാരുടെയും വോട്ട് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടും, നിങ്ങൾ ഈ പറഞ്ഞ വിവിധ കക്ഷികളുടെ നേതാക്കന്മാർ ഉൾപ്പെടും. എല്ലാവരുടെയും വോട്ട് വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല.
തികച്ചും അപ്രതീക്ഷിതമായിരുന്നല്ലോ ഈ സ്ഥാനാർത്ഥിത്വം. കാരണം വി അബ്ദുറഹ്മാൻ്റെ പേരാണ് ആദ്യം പ്രഖ്യാപിച്ചത്, പിന്നീട് നാടകീയമായിട്ടാണെന്നൊക്കെ പറയാം അങ്ങ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇല്ല, അതിൽ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. റഹ്മാൻ ഖാൻ്റെ നാട്ടിലേക്ക് പോകാൻ കരുതി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടു, പാർട്ടി ആവശ്യപ്പെട്ടു, അതനുസരിച്ച് എന്നോട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പഴയ ഇടത് ചിന്താഗതിക്കാരനാണ്. ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്, പക്ഷേ പ്രത്യക്ഷമായിട്ടുണ്ടാവില്ല, ചില പരിപാടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏറ്റെടുക്കാൻ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയോ? അതൊരു വെല്ലുവിളി തന്നെയാണല്ലോ അത്. പക്ഷേ എൻ്റെ നാടാണ്, അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നാട്ടുകാരുമ്പോൾ ഒരു പ്രകടനം അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് റഹ്മാൻ ഖാൻ നാട്ടിലേക്ക് അങ്ങോട്ട് പോയത്. റഹ്മാൻ ഖാൻ്റെ എല്ലാ പിന്തുണയും ഇവിടെയുണ്ട്. നമ്മൾ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് നമ്മുടെ MLA ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്, വേറൊന്നല്ല. 2300 കോടി രൂപൻ്റെ വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പര്യടനത്തിൽ പോകുമ്പോഴും പല ഭാഗത്ത് പോകുമ്പോഴും ഇങ്ങനെ കാണുന്ന 1 കോടി രൂപേൻ്റെ ബിസിനസ്സാണ്. അത് 35 ഗ്രാമങ്ങളിലേക്ക് വരെ ഓരോരോ വാർഡ് വരെ വികസനം എത്തിക്കുന്നത്. അത് ജനങ്ങളോടൊക്കെ പറയേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞ് ഓൾറെഡി വികസിച്ച് കഴിഞ്ഞു. എടുത്തും ഭയങ്കര സ്വീകരണം, ഓരോ ഗ്രാമങ്ങളിൽ നമുക്ക് ഭയങ്കര സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് അങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് തമാശകളൊക്കെ പറയണം. പെട്ടെന്ന് ഒരാളെ ഇവിടുന്ന് വന്നു, ഉത്തമണക്കാരനാണോ? കാണാറുണ്ടോ അത്തരത്തിലുള്ള ട്രോളുകളും ഇതൊക്കെ? ഇതൊന്നും ഞാൻ മെയിൻറ്റില്ല, അത് പൊതുവേ ഉള്ളതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. അതെ, അതിലേക്കൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ നോക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക. എങ്ങനെയാണ് പ്രതീക്ഷ? വിജയപ്രതീക്ഷ എത്രമാത്രമുണ്ട്? 100%. ഓൾറെഡി ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. എൻ്റെ നാട്ടുകാരാണ് ഈ താങ്ങുകാർ. എനിക്കിവിടെ എല്ലാ ഗല്ലികളും പരിചയമാണ്, ഓരോ ഗ്രാമങ്ങളും പരിചയമാണ്. ജനങ്ങൾക്ക് എന്നെ അറിയാം. എവിടെ ചെല്ലുമ്പോഴും ഷമീർക്ക എന്നുള്ള അഭിവാദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കും. BJP ശക്തി അറിഞ്ഞ ഒരു സ്ഥലമാണ്, മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP ആണുള്ളത്. പക്ഷേ മണ്ഡലത്തിലേക്ക് മൊത്തം നോക്കുമ്പോൾ BJP വോട്ട് വിഹിതം 15000-ൽ താഴെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇത്തവണ BJP ജയിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും. അതിലപ്പുറം ഒന്നും ഇപ്പോൾ പറയാനില്ലല്ലോ. പാർട്ടി ജയിക്കും, നമ്മൾ ജയിക്കും, BJP ജയിക്കും. മണ്ഡലത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറുന്നു, മറ്റൊരു സ്ഥാനാർത്ഥി LDF-ന് വരുന്നു. നവാസ് ഇവിടെ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നവാസാണോ അതല്ല ഷമീറാണോ CPM ആണോ UDF ആണോ എന്നല്ല ഞങ്ങൾ NDA നോക്കുന്നത്. NDAക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുള്ളതും നമ്മളെ പ്രവർത്തകരുടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമായും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്? ഇവിടെ താനൂരിൻ്റെ വികസന മുരടിപ്പ് ഇത് തന്നെയാണ് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. താനൂരിൽ നമുക്കറിയാം, താനൂർ നിയോജക മണ്ഡലം ഉണ്ടായതിന് ശേഷം ഇവിടെ എന്ത് വികസനമുള്ളത്? താനൂർ ഈ ടൗണിനപ്പുറം എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിലുള്ളത്? താനൂർ ടൗണ് മാത്രമാണ് മൊബിലൈസ് ചെയ്ത് കുറച്ചെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് നടത്തി എന്നല്ലാണ്ട് എന്താണ് ഇവിടെ മാറി ഭരിച്ചിരുന്നവർ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് വികസനം? ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് പൊന്മുണ്ടം, ചെറിയ മുണ്ടം, ഒഴൂര്, അതുപോലെ തന്നെ താനാളൂർ, നിറമരുതൂർ എല്ലാം ഇതിലുൾപ്പെടുന്ന പഞ്ചായത്തുകളാണ്. ഇവിടെയെല്ലാം എന്ത് വികസനമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി ഭരിച്ച MLA-മാർ ചെയ്തിട്ടുള്ളത് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും. മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ താനൂരിലെല്ലാം അത്യാവശ്യം നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അവരല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് പൊതുജനങ്ങൾ തീരുമാനിക്കും. ഇത്തവണ എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് BJP സംബന്ധിച്ചിട്ടുള്ളത്? BJPയെ സംബന്ധിച്ച് മുഴുവൻ 100% അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നപ്പുറം നരേന്ദ്രമോദിജി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ താനൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാവിധ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടുകളും സംസ്ഥാന ഗവൺമെൻറ്റിലൂടെ, അത് ഭരിച്ച MLA-യുടെ നേതൃത്വത്തിൽ ഇവിടെ ചെലവഴിച്ചിട്ടുള്ള ഓരോ ഫണ്ടിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ. പ്രചരണത്തിൻ്റെ ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. വി അബ്ദുറഹ്മാന്റെ വികസന മുദ്രാവാക്യം മുൻപിൽ വെച്ച് മുഹമ്മദ് സമീറിലൂടെ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലം നിലനിർത്താനാകുമോ? സ്ഥാനാർത്ഥിയെ നിർത്താത്ത SDP-യുടെ വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പമാകും? PK നവാസിലൂടെ താനൂർ തിരിച്ചുപിടിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? ഒപ്പം താനൂർ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ BJPക്ക് താനൂർ നിയമസഭാ മണ്ഡലത്തിൽ എന്ത് സ്വാധീനമാകും ചെലുത്താനാവുക? എല്ലാം കണ്ടു തന്നെ അറിയാം. അഖിലോട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.
വയനാട് അമ്പലവയലിൽ യുവതി പീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. യുവതി ജോലിക്ക് നിന്ന വീട്ടിലെ ഗൃഹനാഥനെയും മകനെയും പ്രതികളാക്കിയാണ് കേസ്. ബലാത്സംഗത്തിനും പീഡന ശ്രമത്തിനുമാണ് കേസെടുത്തത്. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, ഈ പ്രതികൾക്കെതിരായി എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനുശ്രീ, വയനാട് അമ്പലവയലിൽ ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഗൃഹനാഥനും മകനും ചേർന്ന് യുവതിയെ ലൈംഗികമായി ആക്രമിച്ചതെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതിക്രമം നേരിട്ട യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. എന്നാൽ പോലീസ് പരാതി എടുക്കാതെ യുവതിയെ കൽപ്പറ്റയിലെ സർക്കാർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. തുടർന്ന് ഇന്ന് രാവിലെ അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വീണ്ടും എത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. മൊഴിയെടുക്കുന്നതിനിടെ തലയിറങ്ങി വീണ യുവതിയെ ബന്ധുക്കൾ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അതിക്രമം നടന്ന ദിവസം പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി പരാതിയില്ലെന്ന് എഴുതി നൽകിയെന്നും തുടർന്നാണ് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. എന്തായാലും യുവതി ജോലിക്ക് നിന്ന വീട്ടിലെ ഗൃഹനാഥനെയും മകനെയും പ്രതികളാക്കിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗത്തിനും അതുപോലെ തന്നെ പീഡന ശ്രമത്തിനുമാണ് കേസ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അനുസരിച്ച് ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.